ഹലോ 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 നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മൊത്തൊരു കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് മൂക്കൊലിപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് അറിയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. എനിക്കങ്ങനെ ദേഷ്യം വന്നുണ്ട്. എന്ത് ചെയ്യാൻ? ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെയും പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരെ പാർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ നടന്നുപോയി വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. 10 മിനിറ്റ് ദൂരം ഉള്ളൂ. 10 മിനിറ്റേ ഉള്ളൂ അവിടെ ചെല്ലാനായിട്ട്. അവിടെ ചെന്നിട്ട് ഒരു സാധനം മേടിക്കാം. മാപ്പിട്ട് പോകണം. മാപ്പിട്ട് പോകുമ്പോൾ എനിക്ക് മാപ്പും വീഡിയോയും എല്ലാം കൂടെ ഒരുമിച്ചൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. ഓക്കേ, നമ്മൾ ഇന്ന് പെറ്റ്സ് അറ്റ് ഹോം സ്റ്റോറിൽ പോയേക്കാണ്. എനിക്ക് കുറച്ച് പെറ്റ്സിനുള്ള ഫുഡ് മേടിക്കണം. അതുകൊണ്ട് അത് മേടിക്കാം എന്ന് വിചാരിച്ച് വന്നു. ഇതാണ് സ്റ്റോർ. കാണിക്കാരായി. കണ്ട ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് പെറ്റ്സിനുള്ള എല്ലാ ഫുഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പെറ്റിനുള്ള സാധനം എവിടെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണം. കണ്ടാ ഒരു പെറ്റിനെ കണ്ടോ? അഞ്ചരേ ആരാ നോക്കി? ആരാത്? അതെ, 4 കൊല്ലമൊക്കെ ഇത് ജീവിക്കുന്നതാണ് പറഞ്ഞത്. ഇതേപോലത്തെ ഒരുപാട് കുട്ടന്മാരുണ്ട് കേട്ടോ. അടുത്തവൻ ഇവിടെ ഉണ്ടാകുന്നവൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നവൻ പോയി കേട്ടോ. വിറ്റായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു തന്നെ ഇപ്പം ഉണ്ട്. കണ്ട പിന്നെ അതെ, ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ മയിലുണ്ട്, റാബിറ്റ് ഉണ്ട്. കണ്ട ഇതാണ്. ഇവിടെ ഒരു തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ വേറെ ഒരു ഇരിപ്പുണ്ട്. ഇവിടെ ഒരു തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അടിയിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് എന്ത് പോനെ, ഇത് പ്രസിദ്ധിക്ക് പറ്റിയ സ്ഥലമാണ്. പെറ്റ് മയം. പുള്ളിക്കാരി തന്നെ നമ്മുടെ വീട്ടിൽ പെറ്റിൻ്റെ ആൾ. ഇത് റാബിറ്റും പിന്നെ ഈ സാധനമൊക്കെയാണ്. ഹാംസ്റ്റർ ഇമാരൊക്കെയാണ് ഇതിനകത്ത് കാണും. കണ്ടോ വേറെത്തുണ്ടോ? പാമ്പ് പിടിച്ച നല്ല കാണാൻ നല്ല ലുക്കുള്ള കുഞ്ഞു സാധനങ്ങളെ പിടിച്ച് കൂട്ടിലിട്ട് വെച്ചേക്കുന്നു. സോ ക്രൂവൽ അല്ലേ? എന്ത് ചെയ്യാം, മനുഷ്യന് ബുദ്ധി കൂടുതലും ആയതുകൊണ്ടും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടും മനുഷ്യൻ ഇൻ്റലിജൻസ് വെച്ചിട്ട് എല്ലാ ജീവികളെയും മനുഷ്യൻ്റെ അധീനതയിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് സംഭവം. ലോകം അങ്ങനെയാണ്. ഞാൻ എവിടെ നിന്ന് ചോദിച്ചോട്ടെ സാധനം എവിടെയാണ്? ഞാൻ ആക്ച്വലി ഫിഷ് ഫുഡ് അന്വേഷിച്ചാണ് വന്നത്. ഫിഷ് ഫുഡ് ഉണ്ടോ നോട്ടെ. എക്സ്ക്യൂസ് മീ, where can I have fish food? Fish food is by fish over there. Okay. Thank you. അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ്. അവിടെ മത്തങ്ങാ മുഴുപ്പിന് എഴുതി വെച്ചിട്ടുണ്ടാകും. കണ്ടോ? ഫിഷ് ഫുഡിന്ന് മത്തങ്ങാ മുഴുപ്പിന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാകും. ഞാനത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് എനിക്കത് കിട്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാണ് പടച്ചോൻ. ഇതിൻ്റെ അത് വെറൈറ്റി സാധനങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ മേടിക്കണ്ടേ? കണ്ട ഗോൾഡ് ഫിഷിന് കണ്ട കുറേ ഫുഡുകളുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ മേടിക്കും. ഒരു മൈക്രോ ഗ്രാനൂൾസിൻ്റെ ഒരു ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങ് മേടിക്കാം. ഇത് മേടിക്കാൻ തോന്നണം. ഗ്രാനൂൾസ് വേണോ? ഗ്രാനൂൾസ് വേണ്ട. ഫ്ലേക്സ് മേടി. മൈക്രോ ഗ്രാനൂൾസ് വേണ്ട. നമുക്ക് ഫിഷ് ഫ്ലേക്സ് ഉണ്ടോ നോട്ടെ. ഫിഷ് ഫ്ലേക്സ് ആ ഉണ്ട്. ടോപ്പിക്കൽ ഫിഷ് ഫ്ലേക്ക്. ഇതിന് എത്രയായിരിക്കുമോ? അവിടെ ഫിഷ് ഫ്ലേക്സ് ഉണ്ട്. ഇത് വേറെ മേടിക്കാം. ഇത്രയും 2-3 ഉണ്ടോ?
അങ്ങനെ ബില്ല് ചെയ്യുന്ന സ്ഥലം നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ മീനുകളെ ഒന്ന് കണ്ടിട്ട് പോകാം. അതിലും വന്നാലേ കണ്ട അയ്യോ ഈ മീൻ തന്നെ ഇരിക്കാനായിട്ട് നല്ല രസമുണ്ടല്ലേ. രസമല്ലേ? ഓ പിന്നെ കളറൊക്കെ ആയിട്ട് ഇത് തന്നെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ വന്ന് കാണണം കേട്ടോ, എന്നാലാണ് രസമുള്ളൂ. ആണോ ഒരു വെറൈറ്റി സ്ഥലം. ഇത് കണ്ടോ പല കളറൊക്കെ ആയിട്ട് കിടിലല്ലേ. വെറൈറ്റി സാധനം കാണിച്ചേ. ഫൈറ്റ് ചെയ്ത് കളിക്കുന്നു. ഇതാണ് ഫിഷുകളുടെ ഇതിൻ്റെ വെറൈറ്റി. കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാധനം. ഇത് പണ്ട് കാലത്ത് എപ്പോഴോ കണ്ട് പേടിച്ചാന്ന് തോന്നുന്നു. ആണോ 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 രസമല്ലേ, കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് ഇതിനൊക്കെ വിലയുണ്ട്. കാണാൻ ഇച്ചിരി കൊള്ളൂലേ, ആർക്കും വേണ്ട. കണ്ടോ ലോകം വളരെ ക്രൂവലാണ് മക്കളെ. നമുക്ക് മേടിക്കാനുള്ളത് മേടിച്ചു. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഫിഷാണത്. നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ കുറച്ച് പെറ്റ്സിനെ കൂടി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റും, കാരണം ഇവിടെ കുറേ ഇരിപ്പുണ്ട്. നമുക്ക് അവന്മാരെയൊക്കെ കണ്ടിട്ട്. നാളെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഉണ്ടായിരുന്നു മറ്റേ ഹാംസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്നല്ല 2 എണ്ണം കാണുന്നുണ്ടായിരുന്നു. അത് ആരോ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവൾക്ക് നോക്കാൻ പറ്റില്ലാതായപ്പോൾ അവൾ വേറെ ആർക്കും കൊടുത്തു പോലും. Say hi, Bunny. Well, we can't eat it. Bunny? That's not very nice. Ow. Sorry. ഇവിടെ രസമാണ്. Oh, it is eating. Oh, I see. It's not eating. Its nose going up and down. You see its nose moving? കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിൻ്റെ അടുത്ത് അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. ഹായ് ദേ നോക്ക് ഒരു ബണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊച്ചവിടെ നിന്നിട്ട് പറയാ ഈറ്റിറ്റെന്ന്, നമുക്ക് തിന്നാന്ന്. അന്നേരം പുള്ളിക്കാർ ഓ സോറി അതിനെ തിന്നാൻ പറ്റത്തില്ല, നമുക്ക് കാണാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിനെ സമാധാനിപ്പിച്ചു വിട്ടു. ചാടി തിന്നാന്ന് നമുക്കതിനെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മേടിച്ചതല്ല, ഇതെൻ്റെ ഫിഷല്ല. ഇത് നമ്മുടെ കൂട്ടുകാരൻ നാട്ടിൽ പോകാൻ നേരത്ത് അവൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോയി. നമ്മൾ നാട്ടിൽ പോയ ഗ്യാപ്പിൽ അപ്പോൾ അവൻ വീട്ടിൽ ഇങ്ങനെ ഫിഷ് ഇരിക്കുവാണല്ലോ. അപ്പോൾ ഫിഷ് അവൻ മേടിച്ച് വെച്ചേക്കുന്ന അത് അവിടെ ഇരുന്ന് ചത്തു പോകലോ എന്ന് ഓർത്തിട്ട് അവൻ പറഞ്ഞു, എന്നാൽ നീ ഒരു പണി, നീ അത് കുറച്ച് ദിവസത്തേക്ക് നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷിൻ്റെ ഫുഡ് തീരാനായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവനിങ്ങനെ പോകാൻ നിന്ന് തിരക്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇതൊന്ന് പറഞ്ഞാൽ മേടിച്ച് വെച്ച് കൊടുത്തേരേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. കുറച്ച് വെച്ച് ഇട്ടുകൊണ്ട് നീ ഇത്രയും ദിവസം അത് ആ ഫുഡും കൊണ്ട് പോയി. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ അത് തീർന്ന് ലാസ്റ്റത്തെ ട്രിപ്പോടെ നമ്മളിട്ട്. അപ്പോൾ ഇനി ഫുഡില്ല. അപ്പോൾ ഇനി ഫുഡില്ലാതെ ഇനിയിപ്പോൾ പിന്നെ ഫുഡ് മേടിക്കണമല്ലോ. പിന്നെ അവൻ മേടിക്കാനും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും മേടിക്കണമല്ലോ എന്നോർത്ത് ഞാനങ്ങ് മേടിച്ച്. ഇനിയിപ്പോൾ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. അവന് തിരിച്ചു കൊടുക്കണം മീനെ. അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഇന്നിപ്പോൾ സമയമില്ല, നാളെ കൊടുക്കാമെന്ന്. നാളെ രാവിലെ തന്നെ കൊണ്ടുപോയി അങ്ങ് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് കാരണം എനിക്ക് കിട്ടി, ഞാൻ മേടിക്കും. നോക്കിയതാ, ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തു, ഇന്നലെ സാധനം വന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വീഡിയോസിൽ എൻ്റെ സൗണ്ടിന് ചില ടൈമിൽ, നോട്ട് എവറി ടൈം, ചില ടൈമിൽ എൻ്റെ സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയുന്നു. ഞാനത് എഡിറ്റ് ചെയ്ത് ഓരോന്ന് വെച്ച് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കുമ്പോൾ നല്ല സമയമെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യണ്ട, അങ്ങനെ ആ ഒരു ഇതങ്ങ് ഒഴിവാക്കാമല്ലോ. മൊത്തത്തിൽ ഒരു മൈക്കങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിൽ തന്നെ നല്ല സൗണ്ടിൽ റെക്കോർഡ് ആയിക്കോളുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഒരു മൈക്ക് മേടിച്ചു. ഒന്നും നോക്കിയില്ല, കഷ്ടപ്പെടുവാണ് ഞാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഈ മൈക്കിൻ്റെ റിസീവർ അടിയിൽ കണക്ട് ചെയ്തതുകൊണ്ട് എനിക്കെൻ്റെ വണ്ടിയിലെ മറ്റേ ഫോൺ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റിയല്ല. അത് വലിയ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുവാ. ശരി, ബാക്കി എനിക്ക് വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, ജോലിക്ക് പോകണം. ഓക്കേ, ബായ്.